ബോഡി അവിടെ പോയപ്പോൾ ഇതിൽ ഇങ്ങോട്ട് തന്നെ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് ഞാനിങ്ങനെ രാവിലെ ഇവിടെ ഒന്നും നോക്കിയില്ല. ഇന്നലെ രാവിലെയും നോക്കി. എന്നിട്ടാണ് ഞാൻ ഇന്നലെ അങ്ങ് വന്നത്, അവിടെ തമ്പാൻ്റെ വന്നത്. പക്ഷേ ഇന്നലെ വന്നില്ല, ഇന്ന് രാവിലെ കൂടെ കണ്ടത്. ശുചീകരണ തൊഴിലാളി, അതെ. എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞു, ഞാൻ ഓടി വന്നു. ഫയർഫോഴ്സിനെ അറിയിച്ചു, ബഞ്ചു സ്റ്റേഷനിൽ അറിയിച്ചു. അവസ്ഥ ആദ്യം എനിക്ക് സംശയം തോന്നി, കാരണം മൃതദേഹം തന്നെയും സംശയം. കാരണം ഈ ടെക്സ്റ്റൈൽസിലൊക്കെ വെളിയിൽ വച്ചേക്കുമല്ലോ ഡ്രസ്സൊക്കെ ചെയ്ത്, അതുപോലത്തെ എന്തോ സാധനമാണെന്ന് ഞാൻ വിചാരിച്ചു. പിന്നീട് നോക്കിയപ്പം ബ്ലഡിൻ്റെ ഇത് കാണുന്നുണ്ട്, പിന്നെ തലമുടി കാണുന്നുണ്ട് ചെറുതായിട്ട്. അപ്പോൾ എന്തായാലും ബോഡി ഉണ്ടെന്ന് മനസ്സിലായി. അങ്ങനെയാണ് എല്ലാവരും പെട്ടെന്ന് വിളിച്ചത്. മുമ്പ് എനിക്കൊരു ബോഡി അവിടെ പാർട്ടി ഓഫീസിൻ്റെ ബാക്കിലത്തെ ആമയഞ്ചം തൊട്ടിലുണ്ടായിരുന്നു. അതുപോലെ ഒഴിവ് എന്നതാണ്. അല്ലല്ല, തൊഴിലാളിയൊന്നുമല്ല. ആരെന്നെ അറിയാം, ഇതുവരെ അറിഞ്ഞിട്ടില്ല ആരാണെന്ന്. എൻ്റെ പേര് രാജേന്ദ്രൻ. ഞാൻ കൗൺസിലറാണ് ഇവിടെ. രാവിലെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി ഫോൺ കോൾ വന്നു. ഞാൻ ഓടി ഇവിടെ വന്നപ്പം ബോഡിയാണെന്ന് മനസ്സിലായി. ബോഡി അപ്പോൾ ഇങ്ങനെ കമന്ന് കിടക്കുന്നു. അപ്പോൾ ഞാൻ എല്ലാവരും വിളിച്ചു, പിന്നെ ഫയർഫോഴ്സിൽ വിളിച്ചു, പഞ്ചൂർ സ്റ്റേഷനിൽ വിളിച്ചു. അവരെല്ലാം വന്നു. ബാക്കി നടപടിക്രമങ്ങളെല്ലാം. എത്ര മണിക്കാണ് കണ്ടത്? ഒരു 8 മണിക്ക്. ഞാനിത് എല്ലാ കൗൺസിലും പറയുന്നുണ്ട്. പക്ഷേ പറയുമ്പോൾ ചില കൗൺസിലർ പറയുന്ന കളിയാക്കിയിട്ടുണ്ട്. നിങ്ങൾ എന്ന് വന്നാലും ഈ രാജേന്ദ്രൻ നായർക്ക് ഒരു ആമയഞ്ചം തോടുകൊണ്ട് രാജേന്ദ്രൻ നായർ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. മാറിയ തീരുന്നില്ല. ദിവസവും വൃത്തിയാക്കാറുണ്ട്. ഏതൊരു ഏജൻസി വൃത്തിയാക്കുന്നുണ്ട്. ആ നിൽക്കുന്ന അവരൊക്കെ തന്നെ എൻ്റെ ആളുകൾ. അവർക്ക് പറയാം, ജില്ലാ ഭരണകൂടത്തെ കുറ്റം പറയാം, റെയിൽവേ എല്ലാവരും കുറ്റം പറയാം. പക്ഷേ ഇത് വലിച്ചെറിയുന്ന ആരാണ് കേട്ടോ ഇവിടെ? ജനങ്ങൾ തന്നെ. വേറെ ആരും ജനങ്ങൾ തന്നെ. വേറെ ആരും വലിച്ചെറിയുന്നു? ജനങ്ങൾ തന്നെ. അവർ തന്നെ പഠിച്ചേ പറ്റുള്ളൂ. പിന്നീട് അവരൊരു ശാശ്വതമായ പരിഹാരം കാണണമെങ്കിൽ ഇത് സ്ലാബിട്ട് മൂട തന്നെ വേണം. അല്ല, അവിടെ നമുക്ക് ക്ലീൻ ചെയ്യാനുള്ള, ഓപ്പൺ ചെയ്യാനുള്ള സംവിധാനം ചെയ്തുകൊണ്ട് ചെയ്യണം. മുമ്പ് മന്ത്രിയുടെ മീറ്റിങ്ങിൽ പറഞ്ഞല്ലോ, നനയാത്ത വുഡ് കൊണ്ട് പേരലായിട്ട് മൂടാമെന്ന് പറഞ്ഞതാണ്. MLA ആന്റണി രാജുവിൻ്റെ കളക്ടറുടെ ചേംബറിൽ വെച്ച് ആന്റണി രാജുവിൻ്റെ മധ്യസ്ഥയിൽ പറഞ്ഞതാണ് മേനലായിട്ട് പേരലായിട്ട് മൂടാമെന്ന്. അതായത് നനഞ്ഞാൽ ചീത്തയാകാത്ത വുഡുണ്ട്, അത് വെച്ച് ചെയ്യാമെന്ന് അന്നത്തെ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞത്. പക്ഷേ അത് ചെയ്തില്ല. ഇടുന്ന നെറ്റും കൂടെ എടുത്ത് മാറ്റിക്കൊണ്ട് പോയി. നേരത്തെ ഉണ്ടായിരുന്നു, ഈ ചവർ തള്ളാതിരിക്കാൻ വേണ്ടി. വ്യാപാര സ്ഥാപനങ്ങൾക്കും പ്രധാന ഉണ്ട്. ഒരു സമയത്ത് മഴയത്ത് നോക്കുമ്പോൾ 2 ലാറി ഓറഞ്ചാണ് വന്നത്. ഓറഞ്ച്, അഴുകിയ ഓറഞ്ച് ഇവിടെ ഈ ഭാഗത്ത് നിരന്ന് കിടക്കായിരുന്നു. പിന്നെ അത് കോർപ്പറേഷൻ ജീവനക്കാരെ കൊണ്ടാണ് കംപ്ലീറ്റ് കോരി മാറ്റിച്ചത്.